ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ജോൺ ബ്രിട്ടോ. പ്രേക്ഷിത വഴിയിൽ ഭാരതത്തിൽ വച്ച് രക്തസാക്ഷിത്വം വരിച്ച ചുരുക്കം ചില വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ. 1647 മാർച്ച് 1 പോർച്ചുഗലിലെ ലിസ്ബണിൽ ഒരു സമ്പന്ന കുടുംബത്തിൽ ജോൺ ബ്രിട്ടോ ജനിച്ചു. 9-ാം വയസ്സിൽ രാജകീയ കോടതിയിലെ അംഗമായ ജോൺ ബ്രിട്ടോ യുവരാജാവായ പെട്രോ രണ്ടാമന്റെ കൊട്ടാരത്തിൽ തൻ്റെ ബാല്യകാലം ചെലവഴിച്ചു. അക്കാലത്ത് ജോണിന് ഗുരുതരമായ രോഗം പിടിപെടുകയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മാധ്യസ്ഥത്താൽ സുഖം പ്രാപിക്കുകയും ചെയ്തു. അന്നു മുതൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ പോലെയാകാൻ ആഗ്രഹിച്ച ജോൺ ബ്രിട്ടോ തൻ്റെ 15-ാമത്തെ വയസ്സിൽ വൈദികനായ ശേഷം സ്വന്തം കുടുംബത്തിൻ്റെ എതിർപ്പുകൾ അവഗണിച്ച് ഇന്ത്യയിലെത്തി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുശേഷിപ്പിന് മുൻപിൽ പ്രാർത്ഥിച്ചു. തുടർന്ന് 14 കൊല്ലം അദ്ദേഹം തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. കാവ്യവസ്ത്രം ധരിച്ച് സസ്യാഹാരം മാത്രം കഴിച്ച് ബ്രാഹ്മണനെ പോലെ ജീവിച്ചിരുന്ന അദ്ദേഹം അനേകരെ മാനസാന്തരപ്പെടുത്തി. ശക്തമായ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ ജോൺ ബ്രിട്ടോ എല്ലാ ജാതിക്കാരുമായി ഒരുപോലെ ഇടപഴകുന്നതിൽ ആ പ്രദേശത്തെ ബ്രാഹ്മണർ കുപിതരായി. അവിടുത്തെ രാജാവ് അദ്ദേഹത്തെയും ചില മതാധ്യാപകരെയും നാടുകടത്തുകയും ചെയ്തു. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ താൻ സന്നദ്ധനാണെന്ന് ജോൺ ബ്രിട്ടോ പ്രഖ്യാപിച്ചു. സ്നാപക യോഹന്നാനെ പോലെ ഒരു സ്ത്രീയുടെ കോപത്തിന് അദ്ദേഹം പാത്രമായി. നിരവധി പീഡനങ്ങളാൽ സമ്പൂർണമായ ജയിൽവാസത്തിനിടയ്ക്ക് അദ്ദേഹത്തെ ശിരച്ഛേദനം ചെയ്തു. 1947 ജൂൺ 22-ാം തീയതി ജോൺ ബ്രിട്ടോയെ വിശുദ്ധനായി നാമകരണം ചെയ്തു. ലോകത്തിൽ നിന്നും സന്യാസത്തിലേക്ക് വിളിച്ച ദൈവവിളിക്ക് യഥാവിധം ഞാൻ ഉത്തരം നൽകാതിരുന്നാൽ ദൈവനീതിയെ എതിർക്കുകയായിരിക്കും ഞാൻ ചെയ്യുക എന്ന ജോൺ ബ്രിട്ടോയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രേക്ഷിത തീക്ഷ്ണതയെ കഴിയും വിധം അനുകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.